ശബരിമല തിരുവുത്സവം ഇന്ന് രണ്ടാം ദിവസം. ഇന്നു മുതൽ ഉത്സവ ബലി തുടങ്ങും. രാവിലെ 10:30 മുതലാണ് ഉത്സവ ബലി ചടങ്ങുകൾ. 11-ാം തീയതി പമ്പയിൽ ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുക. ഉത്സവശേഷം വിഷു പൂജകളും പൂർത്തിയാക്കി ഏപ്രിൽ 18-നാണ് നട അടയ്ക്കുക. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, രാവിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഇപ്പം ഭക്തജന തിരക്ക് എത്രത്തോളമുണ്ട്? വീണ, ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഉത്സവബലി ഇന്ന് രാവിലെ 10:30 മുതൽ തുടങ്ങും. ഇന്ന് മുതലാണ് ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് വിളക്കിന് എഴുന്നള്ളിത്താണ്. അത് 5-ാം ഉത്സവം മുതലാണ്. പിന്നീടുള്ളത് 10-ാം തീയതി പള്ളിവേട്ടയും 11-ാം തീയതി ആറാട്ടും നടക്കുന്നു. രാവിലെ 10:30 മുതൽ ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങുമ്പോൾ ഈ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാവുകയില്ല. 18-ാം പടി കയറാൻ അനുവദിക്കുകയില്ല. ഈ സമയത്ത് ക്യൂവിലുള്ള ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്കും നടപ്പന്തലിലേക്കും മറ്റും ഭക്തജനങ്ങൾക്ക് അവിടെ കാത്തു നിൽക്കണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നട അടയ്ക്കുകയും ചെയ്യും. പിന്നീട് വൈകിട്ട് മാത്രമായിരിക്കും 5 മണിക്ക് നട തുറന്നതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഇന്നു മുതൽ ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുന്നു. 10-ാം ഉത്സവം പള്ളിവേട്ട വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവബലി ചടങ്ങുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം രാവിലെ 10 മണിക്ക് മുൻപ് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകും. 10:30 മുതൽ ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുന്നതിനാൽ 2.5 മണിക്കൂർ സമയം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുകയില്ല. പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറന്നാലും വൈകിട്ട് പടിപൂജയുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം. ഈ സമയത്തും ജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം പടിപൂജ സമയത്തും ഉണ്ടാവുകയില്ല. പിന്നീട് 9 മണിക്ക് ശ്രീഭൂതബലി ചടങ്ങുണ്ട്. ഈ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉത്സവബലി സമയത്തും ഒപ്പം വൈകുന്നേരം നട തുറന്നാൽ പടിപൂജ സമയത്തും ശ്രീഭൂതബലി സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ 10 മണിക്ക് മുൻപ് ഈ ഉത്സവ ദിവസങ്ങളിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകും എന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. വൈകിട്ട് 2 മണിക്കൂർ മാത്രമാണ് 5 മണിക്ക് നട തുറന്നാൽ ദർശനത്തിന് സൗകര്യമുണ്ടാവുക. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ദിവസം ഇന്നലെയും ഇന്നും 2 ദിവസം നട തുറന്ന് ദിവസങ്ങളിലെല്ലാം തിരക്ക് നന്നേ കുറവാണ്. ശബരിമലയിൽ അപൂർവമായി മാത്രമാണ് ഇങ്ങനെ തിരക്കൊഴിഞ്ഞ സുഗമമായ ദർശനം സാധ്യമാകുന്ന ദിവസങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭിക്കാറുള്ളൂ. അങ്ങനെയുള്ള ദിവസമാണ് ഇന്നലെയും ഇന്നും. നട തുറന്ന ദിവസവുമെല്ലാം ഭക്തജനങ്ങൾ നന്നേ കുറവ്. ഇന്നലെ 6000-ഓളം ഭക്തജനങ്ങൾ മാത്രമാണ് ദർശനം നടത്തിയത്. ഭക്തജനങ്ങൾക്ക് 18-ാം പടി തൊഴുത് കയറി സാവധാനം തിരക്കൊന്നും കൂടാതെ കൊടിമരച്ചുവട്ടിലേക്ക് എത്തി. കൊടിമരച്ചുവട്ടിൽ നിന്നും നേരിട്ട് ബലിക്കൽപുര വഴി ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കണ്ട് ദർശനം നടത്തി തിരികെ മടങ്ങുന്നതിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളും ഇന്നും എല്ലാം തന്നെ. തിരക്ക് നന്നേ കുറവ്, തീരെ കുറവാണ് തിരക്ക്. ഇനി 10-ാം തീയതിക്ക് ശേഷം വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതും വിഷു കാലഘട്ടത്തിലാണ്, വിഷു പൂജയോടനുബന്ധിച്ച ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ തിരക്ക് കുറവാണെങ്കിലും വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ഏപ്രിൽ 10-ന് ശേഷം വലിയ തിരക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മിനി തീർത്ഥാടന കാലം എന്ന കണക്കെ തന്നെയുള്ള ക്രമീകരണങ്ങൾ ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. എല്ലാ ഇടത്താവളങ്ങളിലും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമൊക്കെ വന്നാൽ അതിനനുബന്ധിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. 10-ാം തീയതിക്ക് ശേഷമാണ്, വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നട തുറന്ന ദിവസം മുതൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഈ 3 ദിവസങ്ങളിലും നന്നേ തിരക്ക് കുറവും സുഗമമായ ദർശനവും ഭക്തജനങ്ങൾക്ക് യാതൊരു തിരക്കും കൂടാതെ പരമാവധി സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നും എല്ലാം ഉള്ളത്. രാവിലെയും തിരക്ക് തീരെ കുറവാണ്. ഫ്ലൈ ഓവർ ഒന്നും ചുറ്റേണ്ട കാര്യം ഇല്ല. ഭക്തജനങ്ങൾക്ക് നേരെ ദർശനം നടത്താം. 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് എത്തി നേരെ ദർശനം നടത്താം. ഇനി വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കൂടുകയാണെങ്കിൽ ഫ്ലൈ ഓവറിനും നേരിട്ടുള്ള ദർശനവും ഒരുപോലെ ക്രമീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ ഈ നേരിട്ടുള്ള ദർശനം മാറ്റി ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ മാറ്റും. അത് 50,000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ദിവസങ്ങളിലായിരിക്കും ഇത്തരത്തിൽ നേരിട്ടുള്ള ദർശനം മാറ്റിക്കൊണ്ട് ഫ്ലൈ ഓവർ വഴി ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ ഭക്തജനങ്ങളെ വളരെ വേഗം ഫ്ലൈ ഓവറിലേക്ക് മാറ്റും, തിരക്ക് നിയന്ത്രണ വിധേയമാക്കും എന്നുള്ളതാണ് ദേവസ്വം
ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അതുവരെ തിരക്ക് ഒഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുള്ള ദർശന രീതി തന്നെ മീനമാസ പൂജാ സമയത്ത് നടപ്പാക്കിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടരുന്ന നേരിട്ടുള്ള ദർശന രീതിയായിരിക്കും മറ്റു ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുക. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, മറ്റ് പതിവ് പൂജകൾ, ഉഷപൂജ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഉച്ചപൂജയോടുകൂടി നട അടയ്ക്കുന്നു. ഇതിനിടയിലാണ് രാവിലെ 10:30 ഉത്സവബലി ഉള്ളത്. ഉത്സവബലി ദർശനം രാവിലെ 10 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. 2.5 മണിക്കൂറോളം ഉത്സവബലി ചടങ്ങുകളുണ്ട്. പിന്നീട് വൈകിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചാൽ വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുന്നത്. 6:30 ദീപാരാധന, പടിപൂജ എല്ലാ ദിവസവും ഉണ്ട്. പിന്നീട് ഭക്തജനങ്ങൾക്ക് അല്പസമയം ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. പടിപൂജയ്ക്ക് ശേഷം വീണ്ടും 9 മണിക്ക് ശ്രീഭൂതബലി സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുകയില്ല. പിന്നീട് 10 മണിക്ക് ഹരിവരാസന സമയത്ത് മാത്രമാണ് ദർശനത്തിനുള്ള സൗകര്യം ഉള്ളത്. 10 മണിയോടുകൂടി തിരക്കൊഴിഞ്ഞ ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ 10 മണിക്ക് തന്നെ എല്ലാ ദിവസവും ഹരിവരാസനം പാടി നട അടയ്ക്കുകയും ചെയ്യും. എന്തായാലും എല്ലാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉത്സവ ചടങ്ങുകൾക്കാണ് ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ മുൻ വർഷങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അങ്ങനെ അനുഭവപ്പെടാത്തത്. പക്ഷേ 10-ാം തീയതി ഏപ്രിൽ 10-ന് ശേഷമുള്ള ദിവസങ്ങളിൽ, വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ധാരാളം ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യത, അത് സംബന്ധിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ വിഭാഗങ്ങളോടും കൂടുതൽ വിന്യാസങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പോലീസ് സേന, KSRTC, ആരോഗ്യ വിഭാഗം അടക്കമുള്ള എല്ലാ സേനകളോടും എല്ലാ വിഭാഗങ്ങളോടും ഈ വിഷുവിനോടനുബന്ധിച്ച് കൂടുതൽ വിന്യാസങ്ങളും കൂടുതൽ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ സുഗമമായ ദർശനം സാധ്യമാകുന്ന, ഏറ്റവും നല്ല ദർശനം സാധ്യമാകുന്ന, ഭക്തജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കണ്ട് അവരുടെ ആനന്ദ നിർവൃത്തിയോടുകൂടി മടങ്ങുന്നതിനുള്ള സൗകര്യം ഉള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എല്ലാം. ചോറൂണടക്കമുള്ള ചടങ്ങുകൾ ഉഷപൂജയ്ക്ക് ശേഷം ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുമാളികപ്പുറമൊക്കെ ഇവിടുന്നാ വരുന്നത്? കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര തിരക്കിലെ മോളെ ചോറൂണാണ്, ചോറൂണോണ്ട് വന്നതാണ്. നമ്മൾ ഗുരുസ്വാമിയാണ്, അയ്യപ്പേട്ടൻ സ്വാമിയാണ്. തൊഴുതു സാവധാനം തൊഴാനുള്ള തൊഴുത് നല്ല ഭംഗിയായിട്ട് ഭഗവാനെ കറക്റ്റായിട്ട് കണ്ടു. മനസ്സ് തൃപ്തിയായി. ഭഗവാനെ അത്രയും അടുത്ത് കാണാനും, പിന്നെ ഇങ്ങനെ ഇത്ര കാലമായിട്ട് ഞാനിങ്ങനെ ഭഗവാനെ കണ്ടിട്ടില്ല. ഇത്രയും തിരക്കൊഴിഞ്ഞ് കാണാൻ സാധിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇത്രയും പിന്നെ തിരക്കൊഴിഞ്ഞ് ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല എനിക്ക്. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ മോളെ ചോറൂണും ഇവിടെ വെച്ച് നടത്താൻ ഭാഗ്യം കിട്ടി. ഭഗവാനെ കറക്റ്റായിട്ട് നല്ലപോലെ തൊഴുത് മനസ്സിന് തൃപ്തിയായൊരു ഇതാണ് ഈ കൊല്ലം ഉണ്ടായത്. സംതൃപ്തിയോടുകൂടി തൊഴാനുള്ള ഒരു അവസരം കിട്ടി. അവസരം കിട്ടി. നല്ല ഉത്സാഹത്തിന്. എവിടുന്നാ വരുന്നേ? മല കയറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? മല കയറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ താഴെ തിരക്കൊക്കെ ഉണ്ടായിരുന്നോ? സുഖമായിട്ട് മല കയറി. ഈ ഭക്തജനങ്ങൾക്കെല്ലാം, ഈ ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളെല്ലാം അതീവ സന്തോഷത്തിലാണ്. നേരത്തെ ആ ഭക്തർ പറഞ്ഞതുപോലെ കൺകുളിർക്കെ അയ്യപ്പസ്വാമിയെ പരമാവധി സമയം ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും എല്ലാം എത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം ഇക്കാര്യം തന്നെയായിരുന്നു പറയാനുള്ളത്. പരമാവധി സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ, സാധാരണ പരമാവധി 20 സെക്കൻഡ് വരെയൊക്കെയാണ് ഈ തിരക്കുള്ള ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കാണുന്നതിനുള്ള, ദർശിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവുക. പക്ഷേ ഈ ദിവസങ്ങളിൽ പരമാവധി സമയം ദർശിക്കാൻ സാധിക്കുന്നു. തിരക്കില്ല. പരമാവധി സമയം ഭഗവാന് മുന്നിൽ നിന്നുകൊണ്ട് അനുഗ്രഹാശംസകളോടുകൂടി തിരികെ മടങ്ങുന്നതിനൊക്കെയുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കുന്നു എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും സന്തോഷം നൽകുന്ന കാര്യമാണ്. എവിടുന്നാ വരുന്നേ? ചെങ്ങന്നൂർ, തിരുവല്ല. തൊഴുതോ? തൊഴുതില്ല, ചോറൂണ് കഴിഞ്ഞിട്ട് തൊഴാനായിട്ടാണ്. കുഞ്ഞിൻ്റെ പേരെന്താ? വേദാന്ത്. ഒരു വയസ്സ് കഴിഞ്ഞു. അപ്പോൾ തിരക്ക് കുറവുള്ളൊരു സമയമാണ്. ഇപ്പോൾ പരമാവധി തൊഴാനൊക്കെയുള്ളൊരു അവകാശമൊക്കെ ഉണ്ടല്ലോ? തീർച്ചയായും. ഇന്ന് വളരെയധികം തിരക്ക് കുറവാണ്. നമ്മൾ വിചാരിച്ച തിരക്കുണ്ടാവും, കാരണം കൊടിയേറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസമല്ലേ. അപ്പം പക്ഷേ ഇന്ന് തിരക്കില്ലായിരുന്നു. നേരത്തെ ഇത്രയും തിരക്കൊഴിഞ്ഞൊരു സമയത്ത് വരാൻ പറ്റും? ഇല്ലില്ല, ഒരിക്കലും. താഴെ എങ്ങനെയുണ്ട്? മല കയറി വന്നപ്പോൾ തിരക്കൊക്കെ ഉണ്ട്? തിരക്കില്ല, വളരെ തിരക്ക് കുറവാണ്. നമുക്ക് സുഖമായിട്ട് വരാൻ കഴിഞ്ഞു. നമ്മൾ പയ്യ കയറിയതും. അപ്പോൾ നമുക്കിത് ചോറൂണ് കൊടുക്കേണ്ടതുകൊണ്ട് പയ്യ വന്നു നമ്മൾ. അപ്പം കുഴപ്പമില്ല, തിരക്കില്ല, നല്ല സൗകര്യമായിട്ട് കയറാനും പറ്റി. എല്ലാം നല്ല സൗകര്യമായിരുന്നു. ശബരിമല ഭക്തജന പ്രവാഹമാണ്. എല്ലാ ദിവസവും ഭക്തജന പ്രവാഹമാണ് എന്നുള്ള കാര്യമായിരിക്കും നമുക്ക് ശബരിമലയിൽ നിന്ന് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ മകരവിളക്ക് സമയത്തും
ജനം TV സംഘത്തോടൊപ്പം ഞാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പറയാനുണ്ടാവുക ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇത്രയും തിരക്കൊഴിഞ്ഞ് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി വളരെ സാവധാനത്തിൽ ഭഗവാനെ ദർശിച്ചു എന്ന് ഭക്തജനങ്ങൾ പറയുന്നത് വളരെ അപൂർവം ദിവസങ്ങളിൽ മാത്രമായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ എത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നത്. അങ്ങനെ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ്. ഇനി വരുന്ന ഭക്തജനങ്ങൾക്കും ഉത്സവ ദിവസങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, രാവിലെ 10 മണിക്ക് മുൻപ്, 5 മണിക്ക് നട തുറക്കും, 10 മണിക്ക് മുൻപായിട്ട് സന്നിധാനത്തേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് സുഗമമായ ദർശനം സാധ്യമാകും. 10:30 ഉത്സവബലി തുടങ്ങും. അതുകൊണ്ട് ആ സമയത്ത് നട അടയ്ക്കുകയായിരിക്കും. ആ സമയത്ത് ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഉത്സവബലി ചടങ്ങുകൾ 2.5 മണിക്കൂറോളമുണ്ട്. ആ സമയത്ത് ഭക്തജനങ്ങൾക്ക് നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും ഒക്കെ ആയിട്ട് കാത്തു നിൽക്കേണ്ടി വരും. വൈകിട്ട് 5 മണിക്ക് നട തുറന്നാലും പിന്നീട് 2 മണിക്കൂർ മാത്രമേ ദർശനത്തിനുള്ള സമയം കിട്ടത്തുള്ളൂ. പടിപൂജയും ശ്രീഭൂതബലിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ 10 മണിക്ക് മുൻപായിട്ട് ഭക്തജനങ്ങൾ എത്തുകയാണെങ്കിൽ സുഗമമായ ദർശനം ഈ ദിവസങ്ങളിൽ സാധ്യമാകും. വീണ.